സെക്രട്ടറി ആണ്. എൻ്റെ പേര് ബോബി ജോയ്. ഇത് പ്രസിഡന്റ് രത്നാകരൻ, ടെക്വ ഡിസ്ട്രിക്ട് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സജി, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് സെക്രട്ടറി വിഘ്നേഷ്. ബേസിക്കലി ടെക്വ എന്ന സംഘടന ബാങ്കിൻ്റെ വാല്യുവേഷൻസ്, അതായത് ബാങ്കിൻ്റെ എംപാനലിൻ്റെ വാല്യുവേഴ്സാണ് ടെക്വ മെമ്പേഴ്സ്. അതായത് ഒരു ലോൺ എടുക്കുമ്പോൾ അപ്രൈസർ ആയിട്ട് വരുന്നത് ഞങ്ങളെ കണക്കുള്ള ക്വാളിഫൈഡ് എൻജിനീയേഴ്സാണ് ബാങ്കിൻ്റെ വാല്യുവേഷൻ പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. മിക്ക ബാങ്കിലും ഞങ്ങളുടെ സംഘടനയിലുള്ളവർ പാനലിലാണ്. SBI, കാനറ ബാങ്ക്, കർണാടക ബാങ്ക്, എവിടെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ബാങ്കുമായിട്ടുള്ള ഡീലിങ്സിൽ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഞങ്ങളുടെ പേയ്മെൻറ്റുകൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റൊട്ടേഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും ബാങ്ക് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെതിരെയായിട്ട് ഞങ്ങളിപ്പോൾ ഒരു സ്ട്രൈക്ക് ധർണ നാളെ ട്രിവാൻഡ്രം SBI പൂജപ്പുര LHOയുടെ ഫ്രണ്ടിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിലിംഗ് ഞങ്ങളുടെ പ്രസിഡന്റ് ഡിസ്ക്രൈബ് ചെയ്തു. ടെക്വ 2020 ഫോം ചെയ്തത്. അതുവരെ നമ്മുടെ വാല്യൂവേഴ്സിൻ്റെ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ടെക്വയുടെ ഫോർമേഷൻ ഉണ്ടായത്. അതായത് വാല്യൂവേഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ബാങ്കുകളുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാ ബാങ്കിൻ്റെ ഓപ്പറേഷൻസും നടക്കുന്നത് സോഫ്റ്റ്വെയറിലൂടെയാണ്. പക്ഷേ വാല്യുവേഷൻ പ്രോസസ്സിംഗ് മാത്രം ഇപ്പോഴും നടക്കുന്നത് പഴയ കൺവെൻഷൻ രീതിയിലാണ്. അത് ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പിന്നെ സോഫ്റ്റ്വെയറിലൂടെ പോകാതിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബാങ്കിന് എംപാനലായിരിക്കുന്ന സപ്പോസ് ഒരു സെക്ഷൻ ഒരു RACPSയിൽ 10 വാല്യൂവർമാരെ എംപാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിന് താല്പര്യമുള്ള ആൾക്കാരെ മാത്രമാണ് പലപ്പോഴും അത് വർക്ക് അസൈൻ ചെയ്യുക. ആ ഒരു സിസ്റ്റം വരുന്നതെന്നുണ്ടെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിലൂടെ എംപാനൽമെൻറ്റ്സ് വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാത്തതുകൊണ്ട്, അതായത് റൊട്ടേഷൻ സമ്പ്രദായം എന്ന് പറയും. നോർമലി ബാങ്കിൻ്റെ ഈ SBIയുടെ കേസിൽ പറയുകയാണെങ്കിൽ 2019 വളരെ വ്യക്തമായ പോളിസി ബാങ്ക് സൃഷ്ടിച്ചിട്ടുണ്ട്, ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ വാല്യുവേഷൻ ഡിസ്ട്രിബ്യൂഷൻ റൊട്ടേഷൻ ബേസിലേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ ബാങ്കിൻ്റെ താല്പര്യം കണക്കിലെടുത്തിട്ട് അവരൊരിക്കലും റൊട്ടേഷൻ പോളിസി പാലിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ സോഫ്റ്റ്വെയറിലൂടെ ആണ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്. 2019 തന്നെ വെണ്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലൂടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിലും അവർ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ അല്ലാതെ കൺവെൻഷൻ മെത്തേഡിൽ രജിസ്റ്റർ എൻട്രി ചെയ്തിട്ടോ അല്ലാതെയോ വാട്സപ്പിലൂടെ മെസ്സേജ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയാണ് മിക്കവാറും കലക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇതിന് യാതൊരു റെക്കോർഡ് ഉണ്ടാവില്ല. കലക്ഷൻ കൊടുത്തതിനോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ബില്ല് കൊടുത്തതിനോ ബില്ല് വാങ്ങിയതിനോ ഒരു റെക്കോർഡും അവർ കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 3, 4, 5 വർഷം കഴിയുമ്പോഴേക്കും ഒരുപാട് പെൻഡിങ് ഫീസ് ഇവരുടെ കയ്യിൽ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അതായത് ഓരോ വേലർക്കും ചില വേലർക്കൊക്കെ 5, 10, 15, 20 ലക്ഷമൊക്കെ ഒരു അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് അവരെ വിക്ടിമൈസ് ചെയ്യാം. അപ്പോൾ ചോദിക്കാത്തവരുടെ വാല്യൂഷൻ കണ്ടിന്യൂസ് ആയി പോകുന്നു. ചോദിക്കുന്നവർ വിക്ടിമൈസ്, ആരെങ്കിലും കുറച്ച് കർശനമായ ഫീസിന് നിർബന്ധിച്ചാൽ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവോയ്ഡ് ചെയ്യുന്നു, അടുത്തയാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതിലൂടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ഏതൊരു ബില്ലും നമ്മളൊരു സർക്കാർ സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും ഒരു ബില്ല് ഒരു ഓഫീസിൽ കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി അത് അക്കൗണ്ടിൽ ചെയ്യും, അത് അക്കൗണ്ടിലേക്ക് കയറേണ്ടതാണ്. അപ്പോൾ SBIയുടെ കേസിൽ ഒരൊറ്റൊരു ബില്ല് പോലും വാല്യൂവർമാരുടെയോ ലീഗൽ അഡ്വൈസർമാരുടെയോ ഒരൊറ്റൊരു ബില്ലും അവർ അക്കൗണ്ടിലേക്ക് അയക്കുന്നില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ദർ അക്കൗണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ ലയബിലിറ്റി ആയിട്ട് അവരുടെ പേര് കാണില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ബാങ്ക് ഫീസ് ചോദിക്കുമ്പോൾ അവർക്ക് ഒരു റെക്കോർഡില്ല, മാനേജർ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ പറയും ഒരു റെക്കോർഡ് നമ്മുടെ കയ്യിലില്ല. ലോൺ അവർ പാസ്സാക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ റെക്കോർഡ് അവരുടെ കയ്യിലുണ്ടെങ്കിലും അവർ ഫീസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു കൃത്യമായിട്ട് അവർ ഫീസ് ഡിഡക്ട് ചെയ്തിട്ട് മാത്രമേ ലോൺ പാസ്സാക്കാൻ പറ്റുള്ളൂ. അവരുടെ കയ്യിൽ അതുണ്ട്. പക്ഷെ എന്നാലും അവർ അത് എന്താ പേര് ആ ഒരു എന്താ പറയുക മിറർ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതൊരിക്കലും അവർ റിലീസ് ചെയ്യാൻ പറയുമ്പോൾ കൂടുതൽ ക്ലോസ് ചെയ്യുമ്പോൾ അവർ ആ വേല മാറ്റി വേറെ വേല അപ്പോയിൻറ്റ് ചെയ്യുന്നു. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം
ശരിക്കും 2019 പോളിസി പ്രകാരം SBI അതിൽ പറയുന്നത് വർക്ക് ഓർഡർ കൊടുക്കണം. ഓരോ അസൈൻമെന്റ് കൊടുക്കുമ്പോഴും അത് കൃത്യമായിട്ടുള്ള വർക്ക് ഓർഡർ കൊടുക്കണം. അതിനകത്ത് ഡോക്യുമെന്റ്സ് ഏതൊക്കെ പ്രൊവൈഡ് ചെയ്തു, ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എത്രയാണ് ഫീസ്, എത്ര ദിവസത്തിൽ ഫീസ് കൊടുക്കണം, ഇത്തരം കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് കൃത്യമായ വർക്ക് ഓർഡർ കൊടുക്കണമെന്നാണ് പോളിസി പറയുന്നത്. പക്ഷേ വർക്ക് ഓർഡർ എന്നൊരു സിസ്റ്റമേ ഇല്ല. SBI കേസിൽ വർക്ക് ഓർഡർ എന്നൊരു സിസ്റ്റം ഇല്ല. ചില കോർണർ ഉദാഹരണത്തിന് കണ്ണൂർ 1-2 സ്ഥലത്ത് മാത്രം വർക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട്. അതർവൈസ് അത് കൊടുക്കുന്നപ്പോഴത്തെ ഓഡിറ്റ് വരുമ്പോൾ ഓഡിറ്റ് റിമാർക്ക് വന്നാൽ മാത്രം, അതർവൈസ് നോർമലി ഒരു പ്രൊസീജിയറായിട്ട് ഒരു വർക്ക് ഓർഡർ കൊടുക്കുന്നില്ല. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഡോക്യുമെന്റ്സ് ചിലപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നത് പറഞ്ഞാൽ വളരെ ഒരു തുച്ഛമായ ഡോക്യുമെന്റ് ആയിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് ലീഗൽ റിപ്പോർട്ട് ചില വാല്യൂമാർക്ക് ഇത് കൊടുക്കുന്നത് വെച്ചാൽ ഒരു ലീഗൽ റിപ്പോർട്ട് മാത്രമേ കൊടുക്കൂ. ഒരു ലീഗൽ റിപ്പോർട്ട് മാത്രം കൊടുത്തിട്ട് വാല്യൂഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ലാൻഡും ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും. ലീഗൽ റിപ്പോർട്ട് നോർമലി ലാൻഡിന്റെ കാര്യം മാത്രമേ പറയൂ. ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ അവർക്ക് റോളില്ല. കാരണം ബിൽഡിംഗ് ചിലപ്പോൾ അപ്രൂവ്ഡ് ആയിരിക്കാം, അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കൺസ്ട്രക്ഷൻ അപ്രൂവ് കിട്ടിയിരിക്കും, ഫസ്റ്റ് ഫ്ലോറിൽ ചിലപ്പോൾ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആയിരിക്കാം. അങ്ങനെയുള്ള കേസുകളിൽ കൃത്യമായിട്ടുള്ള അപ്രൂവ്ഡ് പ്ലാൻ കൊടുക്കാതിരുന്നാൽ സംഭവിക്കുന്നത് വെച്ചാൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ 2 നില ബിൽഡിംഗ് ആയിരിക്കും. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ കൺസ്ട്രക്ഷൻ പ്ലാന് ബിൽഡിംഗ് അപ്രൂവ്ഡ് ഉണ്ടാവും. അപ്പം വെണ്ടർ അവിടെ നോക്കുമ്പോൾ 2 നില ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ വെണ്ടർക്ക് അത് പറയാൻ പറ്റില്ല ഇത് അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് ബാങ്ക് തന്നെ ഡോക്യുമെന്റ് കൊടുത്താൽ മാത്രമേ മനസ്സിലാവും. പക്ഷെ ഒരിക്കലും ബിൽഡിങ്ങിന്റെ പ്ലാന് അവർ കൺസ്ട്രക്ഷൻ കേസ് ഒഴികെ ബാക്കിയുള്ള ലാബ് കേസിലോ മറ്റുള്ള ബിൽഡിംഗ് ഇത് ബിസിനസ് ഓണിന്റെ കേസിലോ അവർ കൺസ്ട്രക്ഷന് അപ്രൂവ്ഡ് പ്ലാൻ കൊടുക്കില്ല. അപ്പോൾ അതിനോട് സംഭവിക്കുന്നത് വെച്ചാൽ ഇൻ കേസ് അത് MP ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ അപ്രൂവൽ ഉണ്ടാവും, ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ രണ്ടും അപ്രൂവൽ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ലീഗൽ ഇഷ്യൂസ് സബ്സിഡിക്കലി ലോണ് MP ആയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്നു. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 40% ഫീ കൊടുക്കലാണ്. 40% മിക്കവാറും 70% കേസും 40% ഫീ കൊടുക്കാറില്ല. ചിലപ്പോൾ ലോണ് പാസ്സാവാതിരിക്കാം, ചിലപ്പോൾ ലോണ് ഡിലേ ആവാം. അപ്പോൾ 40% എന്നുള്ള ഒരു സ്ട്രിക്റ്റായിട്ട് പോളിസി ഉണ്ടെങ്കിലും അവരൊരിക്കലും 40% ഫീസ് കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നൊരു കാര്യം, ലോൺ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ശരിക്കും ബാങ്കർ അവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫീസ് കൊടുക്കേണ്ടതാണ്. ലോൺ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അവർ പറയും, അത് ചോദിച്ചാലേ പറയും. അപ്പോഴേക്ക് GST പേയ്മെന്റ് GST ഒക്കെ അടച്ച് GST റിട്ടേൺ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ GST പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും, ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, അവിടെ പോയിട്ട് അവർ ഓടി പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ പൈസ സ്പെൻഡ് ചെയ്ത പൈസ പോലും SBI കൊടുക്കുന്നില്ല. കാരണം അവർ പറയും ലോൺ റിജക്റ്റ് ആയി. അത് ചിലപ്പോൾ 5 6 1 കൊല്ലം കഴിഞ്ഞായിരിക്കും പറയുന്നുണ്ടാവും. പിന്നെ വേറെ അതിലും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊടുക്കാത്ത ഫീസിന്റെ TDS ഒരിക്കൽ സർക്കാരിന്റെ ലോസാണ്. കാരണം TDS എന്ന് പറയുന്നത് പൈസ കൊടുക്കുമ്പോഴാണ് 10% കട്ട് ചെയ്തിട്ട് അത് സർക്കാരിലേക്ക് ഇൻകം ടാക്സ് ആയിട്ട് പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ പുതിയൊരു ലിസ്റ്റ് എടുത്ത പ്രകാരം 1 കോടി 12 ലക്ഷത്തോളം ഫീസ് ഇന്ന് 20-21 പേരുടെ കളക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആക്ച്വൽ ഇത് ചിലപ്പോൾ 2 കോടി 3 കോടി ആയിരിക്കാം കേരളത്തിൽ മാത്രം. ഓൾ ഇന്ത്യയിൽ ഒരിടത്ത് ചിലപ്പോൾ അത് 15-20 കോടിയായിരിക്കും. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 15 കോടി ഉണ്ടെങ്കിൽ 1.5 കോടിയോളം അത് സർക്കാരിന് ലോസാണ്. കാരണം 10% കൂട്ടിയാണ്. പിന്നെ പലരും GST അടക്കുന്നുണ്ട്. അപ്പോൾ GST അടക്കുന്നത് ഈ SBI കൃത്യമായി പേയ്മെന്റ് കൊടുക്കാത്തതുകൊണ്ട് പലരും GST ആദ്യം അടക്കില്ല, പേയ്മെന്റ് കിട്ടിയാൽ അടക്കും. അപ്പോൾ അങ്ങനെ അൺപെയ്ഡ് ആയിട്ടുള്ള ഡ്യൂ ബാങ്കിന്റെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ GST 18% കൂട്ടിയാൽ അതും കോടികളായിരിക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഇതാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഗവൺമെന്റ് നോട്ടീസിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ നോട്ടീസിന് കൃത്യമായ മറുപടി തന്നിട്ടില്ല. എല്ലാം നമ്മുടെ പ്രൊഫഷണൽ സോൾവ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വേഗമായിട്ട് അങ്ങനെ തുടർന്നുള്ള ഒരു മറുപടിയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നാളെ കൃത്യമായി 11 മണിക്ക് ധർണ നമ്മുടെ 11 മണി തുറന്നു 5 മണി വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് MMS മുൻ ഡെപ്യൂട്ടി പ്രസിഡന്റ്, അതുപോലെ തന്നെ ID സതീഷ് MLA, JR പത്മകുമാർ BJP സ്പോക്സ്മാൻ, ഈ 3 പേരും നമ്മൾ ഫെലിസിറ്റേഷൻ സ്പീച്ച് ഉണ്ട്. അപ്പം എല്ലാവരും അതിന് ഒന്ന് കവർ ചെയ്യണം, പങ്കെടുക്കണം.